ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞാൻ. വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിതത്തിൻ്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അതിൽ കുറേയേറെ EMIയും. ഇതിൻ്റെ ഇടയിൽ ഡെയിലി എനിക്ക് കുറേ ഫോൺ കോൾ വരുന്നുണ്ട്. അതിൽ പലരും വീടൊന്ന് വന്ന് കാണണമെന്ന് പറയാറുണ്ട്. 9 to 5 എൻ്റെ വർക്കിംഗ് ടൈം. പലപ്പോഴും വിളിക്കുന്നവരുടെ വീടൊക്കെ പോയി നോക്കാറുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കാറുണ്ട്. 100 കിലോമീറ്റർ വരെ സഞ്ചരിച്ചാണ് ചില വീടുകൾ കാണാൻ പോകുന്നത്. ഇതിൽ പല വർക്കുകളും കിട്ടാറില്ല, ചിലത് കിട്ടാറുണ്ട്. നമ്മുടെ ജില്ലയിലെ അടുത്തായി വിളിക്കുന്ന പണികൾ കിട്ടിയില്ലെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് ഇനി കുറച്ച് തിരക്കാണെങ്കിലും നമ്മൾ വാട്സപ്പ് വഴി അവർക്ക് റീപ്ലൈ കൊടുക്കാറുണ്ട്. ദൂരെയുള്ള പണികൾ പോയി നോക്കുമ്പോൾ അതിൻ്റേതായ ചിലവുകൾ നമുക്ക് വരാറുണ്ട്. പെട്രോള്, ഭക്ഷണം, അതിലുപരി ഞങ്ങൾ ഒരു ദിവസത്തെ പണി കളഞ്ഞാണ് ഈ വീട് പോയി നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വരുന്നത്. അത് പലപ്പോഴും ആരും മനസ്സിലാക്കുന്നില്ല. പെട്രോൾ പൈസ പോലും തരാതെയാണ് ചില ആളുകളെ ഒരു ടാങ്ക്സ് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുന്നത്. അതിൽ ചില സമയത്ത് നമുക്ക് വിഷമമുണ്ട്. അതുപോലെ നമ്മുടെ ഫോൺ കോൾസ് ഒരു പരിധിവരെയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ പണിയുടെ ഇടയിൽ നമ്മളിങ്ങനെ കോൾ വരുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ വീടിൻ്റെ ഉടമസ്ഥർക്ക് ഇഷ്ടമാവണം എന്നില്ല. ആ സിറ്റുവേഷനിൽ നമ്മളവരോട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറയും. പക്ഷെ അവർ നമ്മളെ വിചാരിക്കുന്നത് വലിയ ജാടയാണ് എന്നാണ്. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും കുറേ സഹോദരങ്ങളും എന്നെ വിളിച്ച് വാട്സപ്പ് മെസ്സേജ് അയക്കും. വീഡിയോ ക്ലാരിറ്റി ഇല്ല, വോയിസ് അത്ര ക്ലാരിറ്റിയായി കേൾക്കുന്നില്ല, വീഡിയോ അത്ര ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ. എല്ലാവരും ക്ഷമിക്കുക. സാധാരണ ഒരു സാംസങ്ങിൻ്റെ മൊബൈലിലാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും വോയിസ് റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതിലുപരി ഇതിൽ വേറൊന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ അതൊക്കെ മാറ്റുമായിരിക്കും. ഇപ്പോൾ ഇല്ലാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. ഇതൊക്കെ നിങ്ങളോടൊന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ആൾക്കാരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യാതെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.